പൂരത്തിൻ്റെ ആവേശം വാനോളമുയർത്തി കുടമാറ്റം. തടിച്ചുകൂടിയ ജനസാഗരങ്ങൾ കുടമാറ്റത്തിൻ്റെ വർണ്ണക്കാഴ്ചകൾ കണ്ട് മടങ്ങുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇരു വിഭാഗങ്ങളും കുടമാറ്റത്തിനു ശേഷം ഇപ്പോൾ തിരികെ മടങ്ങുകയാണ്. ഒപ്പം തന്നെ വളരെ വലിയ ജനക്കൂട്ടം ഇപ്പോഴും അവിടെ നിൽക്കുന്നുണ്ട്. ഈ പൂരത്തിൻ്റെ ആവേശം ഒരിക്കലും ആ ഒരു ആവേശത്തിൽ ഒരു കുറവും വരാതെ അവർ ഇപ്പോഴും കാത്തു നിൽക്കുകയാണ്. ഇനിയുള്ള കാഴ്ചകൾക്കും അല്ലെങ്കിൽ ഇനിയുള്ള ചടങ്ങുകൾക്കും ഒക്കെയായി പുലർച്ചെയാണ് വെടിക്കെട്ട് ഉണ്ടാവുക. അതിനൊക്കെയായി തന്നെയാണ് പൂരപ്രേമികൾ കാത്തു നിൽക്കുന്നത്. വർണ്ണശബളമായ കുടമാറ്റത്തിന് തന്നെയാണ് ശക്തൻ്റെ തട്ടകം വീണ്ടും സാക്ഷിയായത്. നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ ഇരു വിഭാഗങ്ങളും വളരെയധികം വ്യത്യസ്ത രീതിയിലുള്ള കുടകൾ പരസ്പരം മാറ്റി. ഒപ്പം എടുത്തു പറയേണ്ടത് LED കുടകൾ വർണ്ണശബളമായ കാഴ്ചകളോടുകൂടി ഒരു വിസ്മയം തന്നെ തീർക്കുകയായിരുന്നു. പല വ്യത്യസ്ത നിറത്തിലുള്ള അല്ലെങ്കിൽ വ്യത്യസ്ത രൂപത്തിലുള്ള കുടകൾ, പ്രത്യേകിച്ചും ഇരു വിഭാഗങ്ങളും ഒളിപ്പിച്ചു വെച്ചിരുന്ന സർപ്രൈസ് കുടകൾ തന്നെയാണ് കാണാൻ സാധിച്ചത്. അതിലേറെ ശ്രദ്ധേയമായത് കായികോത്സവത്തിൻ്റെ ട്രോഫി അടക്കം ഉള്ള അത്തരത്തിലുള്ള ചില വ്യത്യസ്തമായ കുടകൾ നമ്മൾ കണ്ടു. അത്തരത്തിൽ വർണ്ണശബളമായ ഒരു കുടമാറ്റത്തിന് വീണ്ടും ശക്തൻ്റെ തട്ടകം വേദിയായിരിക്കുന്നു. കുടമാറ്റത്തിന് ശേഷം ഇപ്പോൾ ഇരു വിഭാഗങ്ങളും മടങ്ങുകയാണ്. ഒപ്പം തന്നെ പൂരപ്രേമികൾ കാത്തു നിൽക്കുന്നു. ഇനിയുള്ള ആ വെടിക്കെട്ടിന് വേണ്ടിയുള്ള കാത്തുനിൽപ്പാണ് പൂരപ്രേമികൾക്കുള്ളത്. നേരത്തെ നമ്മൾ കണ്ട ദൃശ്യങ്ങൾ തന്നെയാണ് ഒരിക്കൽ കൂടി ഇപ്പോൾ കാണുന്നത്. ഇരു വിഭാഗങ്ങളും വർണ്ണശബളമായ കൊടികൾ, വ്യത്യസ്തമായ കുടകൾ ഉയർത്തിയ ആ ഒരു ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഒപ്പം അവർ ഒളിപ്പിച്ചു വെച്ചിരുന്ന സർപ്രൈസ് കുടകളും ഉയർത്തിയിരുന്നു. അത്തരത്തിൽ വർണ്ണശബളമായ കാഴ്ചകൾക്ക് ശേഷം ഓരോ ജനങ്ങളും ഇനി കാത്തിരിക്കുന്നത് ഈ വെടിക്കെട്ട് കാണാനാണ്. പുലർച്ചെ 3 മണിക്കാണ് വെടിക്കെട്ട് എന്നറിയാൻ സാധിക്കുന്നത്. നിരവധി ആളുകൾ വിവിധ ദേശങ്ങളിൽ നിന്നും ശക്തൻ്റെ തട്ടകത്തിലേക്ക് ഒഴുകിയെത്തിയ ആളുകളൊക്കെ തന്നെയും ആ കുടമാറ്റത്തിൻ്റെ വർണ്ണശബളമായ കാഴ്ചകൾ കണ്ട് നിർവൃതി കൊള്ളുകയാണ്. ഒപ്പം തന്നെ ഇനി കാത്തിരിക്കുന്ന ആ ഒരു വെടിക്കെട്ട് അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അതിലൊക്കെ തന്നെയും പൂരപ്രേമികൾ കാത്തു നിൽക്കുകയാണ്. ശക്തൻ്റെ തട്ടകം ജനസാഗരമായി മാറുന്നൊരു കാഴ്ച തന്നെയാണ് കണ്ടത്. ഒപ്പം പാറമേക്കാവ് ഉയർത്തിയ പാലക്കാട് കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ രഥത്തിൻ്റെ ആ ഒരു വർണ്ണശബളമായൊരു കുട, അത് ഏറെ ശ്രദ്ധേയമായി മാറുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു. ഇരു വിഭാഗങ്ങളും ഒളിപ്പിച്ചു വെച്ച ഏറെ സർപ്രൈസുകൾ നിറഞ്ഞ കുടമാറ്റം, അതിലേറെ ശ്രദ്ധേയമായി മാറിയത് പാലക്കാട് കൽപ്പാത്തിയിലെ രഥോത്സവത്തിലെ ആ രഥം തന്നെയാണ്. ആ ദൃശ്യങ്ങളിൽ കാണുന്ന ആ ഒരു കാഴ്ച നമ്മൾ അത് കണ്ടതാണ്. നേരത്തെ കണ്ട ആ ഒരു കാഴ്ച തന്നെയാണ് ഒരിക്കൽ കൂടി പ്രേക്ഷകർ കാണുന്നത്. വർണ്ണവിസ്മയം തീർത്തുകൊണ്ടുള്ള കുടമാറ്റം ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇരു വിഭാഗങ്ങളും മടങ്ങുകയാണ്. പൂരപ്രേമികൾ കാത്തു നിൽക്കുകയാണ്. ശക്തൻ്റെ തട്ടകത്തിൽ പൂരാവേശം ഒരിക്കലും കുറയുന്നില്ല. ആ ഒരു ആവേശം തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. ഇരു വിഭാഗങ്ങളും ഉയർത്തിയ വർണ്ണശബളമായ കുടകൾ, LED കുടകൾ, വർണ്ണശബളമായ ആ LED കുടകൾ തന്നെയാണ് ഏറെ ശ്രദ്ധേയമായി മാറിയത്, മാറ്റിക്കൂട്ടിയത്. അത് തന്നെയാണ് പൂരാവേശത്തിന് എല്ലാവരും കാത്തിരുന്ന ആ ഒരു കാഴ്ചകൾ തന്നെയാണ് കണ്ടത്. ഇരു വിഭാഗങ്ങളും ഒളിപ്പിച്ചു വെച്ച സർപ്രൈസ് കുടകൾ, അത് ഏറെ ജനങ്ങൾ അത്രത്തോളം ഏറ്റെടുത്ത ആ ഒരു പൂരപ്രേമികൾ ഏറ്റെടുത്താണ് ആ ഒരു കാഴ്ചകൾ കണ്ട പൂരപ്രേമികൾ മടങ്ങുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്ന കാഴ്ചകൾ ഒരിക്കൽ കൂടി നമ്മൾ കാണുകയാണ്. കായികമേളയുടെ ട്രോഫി അത് തന്നെയാണ് തിരുവമ്പാടി വിഭാഗം ഉയർത്തിയത്. ഒപ്പം തന്നെ പാറമേക്കാവ് വിഭാഗം അതിനെ വെല്ലുന്ന തരത്തിലുള്ള മറ്റ് വർണ്ണശബളമായ കുടകൾ, LED കുടകളൊക്കെ തന്നെയും പിന്നീട് തിരിച്ചടിച്ചുകൊണ്ട് ഉയർത്തി. ഒരു മത്സരം, ശക്തമായൊരു മത്സരം തന്നെയാണ് ഇരു വിഭാഗങ്ങൾക്കും. കുടമാറ്റം, അതിൻ്റെ വാശിയേറിയ ആ ഒരു കുടമാറ്റത്തിന് മുന്നിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ തുല്യരായി എന്നുള്ള രീതിയിലാണ് ഇരു വിഭാഗങ്ങളും ആ ഒരു നിർവൃതിയിൽ മടങ്ങുന്നത്. ഇരു വിഭാഗങ്ങളുടെയും പൂരപ്രേമികൾ അത്രത്തോളം ആവേശത്തിൽ തന്നെയാണ് ഓരോ കുടകളും കണ്ട് ആർപ്പ് വിളിച്ചത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ LED-യും ഒക്കെയും നിറഞ്ഞ വർണ്ണശബളമായ ആ നിറങ്ങൾ കൊണ്ടുള്ള കുടകൾ കണ്ട് ആ നിർവൃതി കൊണ്ടാണ് ഓരോ പൂരപ്രേമിയും ഇപ്പോൾ ശക്തൻ്റെ തട്ടകത്തിൽ നിൽക്കുന്നത്. ഇവരാരും തന്നെ മടങ്ങുന്നില്ല. കാരണം ഇനി പുലർച്ചെ കാത്തിരിക്കുന്ന ആ ഒരു വെടിക്കെട്ടിനായുള്ള കാത്തിരിപ്പ് കൂടിയാണ് ഉള്ളത്. ഒപ്പം തന്നെ നാളെ നടക്കുന്ന മറ്റു ചടങ്ങുകളൊക്കെ തന്നെയും ഇനിയും ആ പൂരത്തിൻ്റെ സമാപനം എന്ന് പറയുന്ന ചടങ്ങുകളൊക്കെ തന്നെയും നാളെയാണ് നടക്കുന്നത്. ഏറ്റവും ഒടുവിലായി ഉപചാരം ചൊല്ലി പിരിയുന്നതോടെ ആ പൂരം അവസാനിക്കും. ഇനിയുള്ള കാത്തിരിപ്പ് അടുത്ത പൂരത്തിനാണ്. ഈ കുടകളെക്കാളും ഉപരി വലിയ തരത്തിലുള്ള സർപ്രൈസുകൾ ഒളിപ്പിച്ചു വെച്ച ഒരിക്കൽ കൂടി ആവശ്യമായി മാറുന്ന ഒരു പൂരത്തിനായുള്ള കാത്തിരിപ്പിൽ കൂടിയാണ് ഇവിടെ തുടക്കമിടുന്നത്. നമുക്കറിയാം, വളരെ നാളുകളായുള്ള ഒരു പ്രയത്നത്തിൻ്റെയൊക്കെ ഒരു ഫലം തന്നെയാണ് ഈ കുടകൾ നിർമ്മിക്കുന്ന കലാകാരന്മാർ, അല്ലെങ്കിൽ ഇതിനെ ഒക്കെ തന്നെയും പ്രോത്സാഹിപ്പിക്കുന്ന പൂരപ്രേമികൾ എല്ലാവരും കാത്തിരിക്കുന്നത് ഇനി അടുത്ത വർഷത്തെ പൂരത്തിനായാണ്. ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ നമ്മൾ കണ്ട വിവിധ വർണ്ണങ്ങൾ നിറഞ്ഞ വിവിധ വിസ്മയങ്ങൾ ഒളിപ്പിച്ചു വെച്ച
കുടകൾ തന്നെയാണ് നമ്മൾ കണ്ടത്. ഇനി കാത്തിരിക്കുന്നത് അത് തന്നെയാണ്. അടുത്ത വർഷവും ഇതിനേക്കാളൊക്കെ തന്നെയും വളരെ മനോഹരമായ ഒരു കുടമാറ്റം കാണാനായുള്ള ഒരു കാത്തിരിപ്പിൽ തന്നെയാണ് ഓരോ പൂരപ്രേമിയും ഇപ്പോൾ ഈ കുടമാറ്റം കണ്ടതിന് ശേഷം തിരികെ മടങ്ങാനായി കാത്തു നിൽക്കുന്നത്. എന്നിരുന്നാൽ കൂടിയും പുലർച്ചെ നടക്കുന്ന വെടിക്കെട്ട് കൂടി കണ്ടതിന് ശേഷം മാത്രമേ തങ്ങൾ മടങ്ങൂ എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഓരോ പൂരപ്രേമിയുടെ മനസ്സിൽ ഇപ്പോൾ ഉള്ളത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഇരു വിഭാഗങ്ങളും ഉയർത്തിയ ആ കുടകൾ ഇപ്പോഴും ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. പാറമേക്കാവും തിരുവമ്പാടിയും ഉയർത്തിയ ആ കുടകൾ തന്നെയാണ് ശ്രദ്ധേയമാവുന്നത്. പൂരനഗരിയിൽ നിന്നും അരുണാലത്തൂർ കൂടി ചേർന്നുണ്ട്. അരുൺ, വളരെയധികം വ്യത്യസ്തമായ കുടകൾ നമ്മൾ കണ്ടതാണ്. അതിൽ നിറങ്ങൾക്ക് ഉപരി അതിലെ ആശയങ്ങൾ കൊണ്ടും വിസ്മയങ്ങൾ കൊണ്ടും ഒക്കെ തന്നെയും ശ്രദ്ധേയമാകുന്ന ഒരു കാഴ്ച. ഇവിടെ ആരാണ് മുന്നിൽ, അല്ലെങ്കിൽ ആരാണ് കേമനായത്, ഏത് വിഭാഗമാണ് മുന്നിൽ എന്നുള്ളൊരു ചോദ്യത്തിന് ഒട്ടും ഒരു പ്രസക്തിയില്ല. കാരണം ഇരു വിഭാഗങ്ങളും ഒപ്പത്തിനൊപ്പം നിന്നുള്ളൊരു കുടമാറ്റം തന്നെയല്ലേ നടത്തിയത്. തീർച്ചയായിട്ടും വിഷ്ണു, പാറമേക്കാവിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും തിരുവമ്പാടിയുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഒക്കെ പൂരപ്രേമികളുടെ മനസ്സിൽ ഇടം പിടിക്കുന്ന തരത്തിൽ വളരെ വർണ്ണ വൈവിധ്യമാർന്ന വർണ്ണ വിസ്മയമാർന്ന ഓരോ കുടകൾ തന്നെയാണ് ഈ കുടമാറ്റത്തിൻ്റെ ആദ്യ അവസാനം ഉയർത്തിയത്. ആദ്യം നമുക്ക് പരമ്പരാഗതമായിട്ടുള്ള കുടകൾ കാണാൻ സാധിച്ചു. അതുകൂടാതെ തന്നെ വ്യത്യസ്തമായ ദേവീഭാവങ്ങൾ, വിവിധ മൂർത്തിഭാവങ്ങളിലുള്ള കുടകൾ നമുക്ക് കാണാൻ സാധിച്ചു. പിന്നെ LED കുടകൾ നമുക്ക് കാണാൻ സാധിച്ചു. അങ്ങനെ വ്യത്യസ്തമായ പല തരത്തിലുള്ള കുടകളാണ് കുടമാറ്റത്തിന് നമുക്ക് കാണാൻ സാധിച്ചത്. ഏതായാലും ആ ഉത്സവ പ്രേമികൾ ആ പൂരപ്പറമ്പിൽ തിങ്ങി നിന്നിരുന്ന പുരുഷാരവും ഒപ്പം തന്നെ നമ്മൾ ജനം TV-യുടെ ഉൾപ്പെടെ വിവിധ മാധ്യമങ്ങളുടെയൊക്കെ സ്ക്രീനുകളിലൂടെ ഇതൊക്കെ വീക്ഷിച്ച ലോകമെമ്പാടുമുള്ള മലയാളികളും മറ്റുമൊക്കെ ആ കുടമാറ്റം വലിയ രീതിയിൽ ആസ്വദിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടേയിരുന്നത്. ഏതായാലും 36 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന തൃശ്ശൂർ പൂരം, അതിൻ്റെ ഏറ്റവും പരിസമാപ്തിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് തൃശ്ശൂരിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. നെയ്തലക്കാവിലെ അമ്മ തെക്കേ ഗോപുര നട തള്ളി തുറന്നുകൊണ്ട് തുടക്കം കുറിച്ച ആ പൂരത്തിൻ്റെ നിമിഷങ്ങൾ, അതിൻ്റെ ആദ്യ നിമിഷങ്ങൾ. അതിനുശേഷം ഇന്ന് രാവിലെ കണിമംഗലം ശാസ്താവ് വടക്കുന്നാഥനിലേക്ക് എഴുന്നള്ളുന്നു. കണിമംഗലം ശാസ്താവിന് പിന്നാലെ ഓരോ ഘടകപൂരങ്ങളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഘടകപൂരങ്ങൾ ഒരു വശത്ത് വരുമ്പോൾ മറ്റൊരു വശത്ത് തിരുവമ്പാടി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പാട് എഴുന്നള്ളത്ത് പുറപ്പെട്ട് ആ പുറപ്പാട് എഴുന്നള്ളത്ത് പിന്നീട് നടുവിൽ മഠത്തിലെത്തി അവിടുത്തെ തിടമ്പ് ഇറക്കി വെച്ച് പൂജയ്ക്ക് ശേഷം അവിടെ നിന്നും മഠത്തിൽ വരവ് ആരംഭിക്കുന്നു. ആ മഠത്തിൽ വരവ് പഞ്ചവാദ്യം ഇത്തവണ കോങ്ങാട് മധുവിൻ്റെ നേതൃത്വത്തിലാണ് ഇന്ന് നടന്നത്. വളരെ മനോഹരമായിരുന്നു ആ പഞ്ചവാദ്യം എന്നുള്ളതാണ്. നിരവധി ഉത്സവ പ്രേമികളുടെ കാതുകൾക്ക് വലിയ ഇമ്പം പകരുന്നതായിരുന്നു മഠത്തിൽ വരവ് പഞ്ചവാദ്യം. ആ മഠത്തിൽ വരവ് പഞ്ചവാദ്യം ഒരു 11 മണിയോടുകൂടെ ആരംഭിച്ച് അത് അവസാനിക്കുന്ന മുറയ്ക്ക്, അല്ലെങ്കിൽ അത് പുരോഗമിക്കുന്ന മുറയ്ക്ക് തന്നെ പാറമേക്കാവിൻ്റെ ഭാഗത്തു നിന്നും അവിടെ പാറമേക്കാവ് ഭഗവതി ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നിന്നും ആനകൾ അണിനിരന്ന് കുട ഉയർത്തി ചെമ്പടമേളത്തിൻ്റെ അകമ്പൊടിയോടെ അവരുടെ എഴുന്നള്ളത്ത്, ആ പുറപ്പാട് എഴുന്നള്ളത്ത്, ഭഗവതി ആ പട്ടുടുത്തുകൊണ്ട് ഇങ്ങനെ ആനപ്പുറത്തേറി പുരനഗരിയിലേക്ക് പ്രവേശിക്കുന്ന കാഴ്ചയായിരുന്നു കണ്ടത്. അവിടെയാണെങ്കിൽ ചെമ്പടമേളത്തിൽ തുടങ്ങി ആ ചെമ്പടമേളം പിന്നീട് ഇലഞ്ഞിത്തറയിലേക്ക് എത്തിയപ്പോൾ ഇലഞ്ഞിത്തറ മേളമായി മാറി. ആ ഇലഞ്ഞിത്തറ മേളവും എങ്ങനെയാണോ ഈ പൂരത്തിൽ പഞ്ചവാദ്യം ആളുകളുടെ കാതുകൾ കവർന്നത്, ആളുകളുടെ മനസ്സുകൾ കവർന്നത്, അതേ സമാന രീതിയിൽ തന്നെയായിരുന്നു ഇലഞ്ഞിത്തറ മേളവും. ആ ഇലഞ്ഞിത്തറ മേളവും മഠത്തിൽ വരവ് പഞ്ചവാദ്യത്തിന് അവിടെ പഞ്ചവാദ്യം തിമിലയും അതുപോലെ തന്നെ ഇടക്കയും ഇലത്താളവും കൊമ്പും ഒക്കെ ചേർന്നുകൊണ്ട് തീർത്ത ആ ഒരു നാദവിസ്മയം ആളുകളുടെ മനസ്സ് കവർന്നെങ്കിൽ ഇപ്പുറത്ത് പാണ്ടിമേളം, കേരളത്തിൽ തന്നെ ക്ഷേത്രത്തിനകത്ത് പാണ്ടിമേളം കൊട്ടുന്ന ഒരു ഒന്ന് എന്നുള്ളത് അത് ഇലഞ്ഞിത്തറയിൽ മാത്രം ഉള്ളതാണ്. ആ ഇലഞ്ഞിത്തറയിൽ ഒരുപാട് കലാകാരന്മാർ അണിനിരുന്നതോടുകൂടെ തന്നെ ഒരു വലിയ നാദവിസ്മയം തന്നെയായിരുന്നു ഇലഞ്ഞിത്തറ ചുവട്ടിൽ നമുക്ക് കാണാൻ സാധിച്ചത്. വലിയ പുരുഷാരം ഇലഞ്ഞിത്തറ മേളത്തിനും തടിച്ചു കൂടി അവരൊക്കെ ആ ചെണ്ടപ്പുറത്ത് കോല് വീഴുമ്പോൾ ആ കോലിനൊത്ത് കൈകൾ ഉയരുന്ന കാഴ്ചകളുമൊക്കെ അതിമനോഹരമായിരുന്നു ഇന്ന് തൃശ്ശൂരിൽ ഈ പൂരത്തോടനുബന്ധിച്ച് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അങ്ങനെ ഇലഞ്ഞിത്തറ മേളവും കഴിഞ്ഞുമാണ് ഈ ഓരോ വിഭാഗമായിട്ട്, അതായത് ആദ്യം പാറമേക്കാവ് വിഭാഗവും അതിന് തൊട്ട് പിന്നാലെ തിരുവമ്പാടി വിഭാഗവും തെക്കേ ഗോപുര നട കടന്നുകൊണ്ട്
പുറത്തേക്ക് ഇറങ്ങുന്നു. അതിനുശേഷമാണ് നമ്മൾ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി കണ്ട ആ കുടമാറ്റത്തിലേക്ക് കടന്നപ്പോൾ ആദ്യം ആ ചെറിയ മുത്തുക്കുടകൾ, വിവിധ വർണ്ണങ്ങളിലുള്ള മുത്തുക്കുടകളും മറ്റുമൊക്കെയായിരുന്നു ഇരുവിഭാഗവും ഉയർത്തിയത്. അത് പൂരപ്രേമികൾ തൃശ്ശൂരിലെ ഈ തെക്കിൻകാട് മൈതാനത്ത് നിറഞ്ഞു നിന്നിരുന്ന ആ ഒരു പുരുഷാരം ഒന്നടങ്കം ആകാംക്ഷയോടെ നോക്കുകയായിരുന്നു. ഏതൊക്കെ തരത്തിലുള്ള കുടകളാണ് ഇങ്ങനെ ഉയരുന്നത് എന്നുള്ളത്. ആദ്യം മുത്തുക്കുടകൾ ഉയർന്നു. അപ്പോഴൊക്കെ ആളുകളുടെ ഉള്ളിലുണ്ടായിരുന്നത് ഈ മുത്തുക്കുടകൾ മാത്രമാണോ, ഇതിൽ ഇത്തവണ എന്തെങ്കിലും വ്യത്യസ്തമായ എന്തൊക്കെ കുടകളാണ് വരിക എന്നുള്ളതാണ്. അരുൺ സൂചിപ്പിച്ചതുപോലെ പൂരനഗരിയെ ആവേശം കൊള്ളിച്ചുകൊണ്ട് കുടമാറ്റം സമാപിച്ചിരിക്കുന്നു. ഇനിയുള്ള കാത്തിരിപ്പ് അടുത്ത വർഷത്തേക്കുള്ള ആ ഒരു കാത്തിരിപ്പാണ്. ആ കാത്തിരിപ്പിൻ്റെ ചിന്തകളും ആലോചനകളും ഇവിടെ നിന്നും ആരംഭിക്കുന്നു എന്നാണ് എടുത്തു പറയേണ്ടത്. ഇതിനേക്കാളും ഒക്കെ വർണ്ണവിസ്മയം തീർത്തുകൊണ്ട് അടുത്ത വർഷത്തായുള്ള ആ ഒരു കാത്തിരിപ്പും ഒരുക്കത്തിലേക്കാണ് ഇനി കടക്കുന്നത്. പൂരപ്രേമികളും കാത്തിരിക്കുകയാണ് ഇനിയുള്ള ആഘോഷങ്ങൾക്കായി. ഏറ്റവും ഒടുവിലായി അവർ ഈ മണ്ണ് അല്ലെങ്കിൽ ശക്തൻ്റെ തട്ടകം വിടുമ്പോൾ അവർ വെടിക്കെട്ട് കൂടി കണ്ടതിന് ശേഷം മാത്രമേ ഈ ഒരു പൂരനഗരി വിടൂ എന്നുള്ളൊരു ആഘോഷത്തിലും ഒരു ആവേശത്തിലും തന്നെയാണ് പൂരപ്രേമികൾ ഉള്ളത്. എന്തായാലും നമ്മൾ വർണ്ണശബളമായ ഒരു കാഴ്ചകൾ തന്നെയാണ് ഇതുവരെ കണ്ടത്. അരുണാലത്തൂരാണ് വിശദമായ റിപ്പോർട്ടുകളും നൽകിയത്.